കോൺഗ്രസിന്റെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനം ദിവസങ്ങൾക്കകമുണ്ടാകും. ഡൽഹിയിൽ മറ്റന്നാൾ നടക്കുന്ന സ്ക്രീനിംഗ് കമ്മിറ്റി യോഗത്തിന് പിന്നാലെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കാനാണ് തീരുമാനം. 20 സിറ്റിംഗ് MLA-മാർക്ക് പുറമെ സംവരണ മണ്ഡലങ്ങളിലെയും തർക്കങ്ങളില്ലാത്ത സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കിയ മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. ഡാൻ കുര്യൻ, നമുക്ക് പുതുമുഖങ്ങൾ വരുന്നത് പാലക്കാട്ടും ഒപ്പം മറ്റ് ഒരു മണ്ഡലത്തിലും കൂടി പുതുമുഖം വരുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. അത് തൃപ്പൂണിത്തുറയാണ്. കെ ബാബു പിന്മാറുന്നു. പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒഴിവുണ്ട്. ആ 2 മണ്ഡലങ്ങളിലെ കാര്യമാണ് തീരുമാനിക്കാനുള്ളത്. മറ്റ് സർപ്രൈസുകൾ എന്തെങ്കിലും പ്രതീക്ഷിക്കണോ? നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിന് കൃത്യമായ ഒരു ആധിപത്യം ഉറപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ തന്നെയാണ് ആദ്യഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉടൻ തന്നെ പൂർത്തിയാക്കേണ്ട ഒരു തീരുമാനത്തിലേക്ക് കോൺഗ്രസ് നേതൃത്വം എത്തിയിരിക്കുന്നത്. അതിന്റെ ഭാഗമായാണ് അവസാനപ്പെട്ട സ്ക്രീനിംഗ് കമ്മിറ്റി, അതായത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ക്രീനിംഗ് കമ്മിറ്റി യോഗമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ 22-ന് ചേരുകയെന്നാണ് അറിയാൻ കഴിയുന്നത്. ആ സ്ക്രീനിംഗ് കമ്മിറ്റി യോഗത്തിന് പിന്നാലെ തന്നെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്താനുള്ള ഒരു നീക്കമാണ് കോൺഗ്രസ് ക്യാമ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചു കഴിഞ്ഞ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചാൽ മതി എന്നൊരു അഭിപ്രായമുള്ള ഒരു വിഭാഗം നേതാക്കളുണ്ട്. പക്ഷേ അത്രയും കാത്തിരിക്കേണ്ട കാര്യമില്ല. BJP അടക്കം എത്രയും പെട്ടെന്ന് തന്നെ ആദ്യഘട്ട സ്ഥാനാർത്ഥികളുടെ പട്ടിക പ്രഖ്യാപിക്കാനാണ് സാധ്യത. അതുകൊണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF-ന് വലിയൊരു നേട്ടമായി മാറിയത് സ്ഥാനാർത്ഥികളെ തർക്കങ്ങളില്ലാതെ ആദ്യഘട്ടത്തിൽ തന്നെ പ്രഖ്യാപിക്കാൻ കഴിഞ്ഞതാണ്. സമാനമായി ശൈലി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വേണമെന്ന തീരുമാനത്തിലാണ് ബഹുഭൂരിപക്ഷം നേതാക്കളും. അങ്ങനെയാണെങ്കിൽ 22-ന് ശേഷം എപ്പോൾ വേണമെങ്കിലും ആദ്യഘട്ട സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനമുണ്ടാകും. അവിടെ 20 സിറ്റിംഗ് MLA-മാർ മത്സരിക്കും. പകരക്കാർ വരിക പാലക്കാടും അതോടൊപ്പം തന്നെ തൃപ്പൂണിത്തുറയിലും മാത്രമാകും. അവിടെ പല പ്രമുഖ പേരുകൾ പറഞ്ഞു കേൾക്കുന്നുണ്ട്. അതിൽ കൃത്യമായ ഒരു തീരുമാനത്തിലേക്ക് നേതൃത്വം എത്തുന്നതേ ഉള്ളൂ. അതോടൊപ്പം വനിതാ സ്ഥാനാർത്ഥികൾ, സംവരണ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികൾ, പിന്നെ തർക്കങ്ങളില്ലാത്ത ഏതാനും മറ്റ് ചില മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികൾ, ഇങ്ങനെ 40-നും 50-നും ഇടയിൽ ഉള്ള സ്ഥാനാർത്ഥികളുടെ പട്ടികയാകും ആദ്യഘട്ടത്തിൽ കോൺഗ്രസ് പ്രഖ്യാപിക്കുകയെന്ന വിവരങ്ങളാണ് ലഭിക്കുന്നത്. എന്തായാലും നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പാണ് നടക്കാൻ പോകുന്നത്. ദേശീയ നേതൃത്വത്തിന്റെ നേരിട്ടുള്ള നിരീക്ഷണത്തിലാണ് സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട പ്രാഥമിക ചർച്ചകൾ മുതൽ നടന്നിരിക്കുന്നത്. ഓരോ മണ്ഡലങ്ങളുടെയും 3 പേരുകൾ വീതം തയ്യാറാക്കി അതിൽ നിന്ന് ഏറ്റവും ജയസാധ്യതയുള്ള ഒരു പേരിലേക്ക് എത്തുക എന്നൊരു ശൈലിയാണ് അവർ അവലംബിച്ചിരിക്കുന്നത്. അത് ഏറെക്കുറെ ആ നടപടിക്രമങ്ങൾ പൂർത്തിയാകുന്നു. അങ്ങനെയെങ്കിൽ 22-ഓടെ ആദ്യഘട്ട പട്ടിക പ്രഖ്യാപിക്കാനുള്ള തയ്യാറെടുപ്പുകളാണ് ഇപ്പോൾ ഡൽഹിയിൽ പുരോഗമിക്കുന്നത്. ശരി, ഡാൻ കുര്യൻ വിവരങ്ങൾ പങ്കുവച്ചു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.